പുറംകടലിൽ വെച്ച തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പലിന്റെ വോയേജ് ഡാറ്റ റെക്കോർഡർ ഇന്ന് പരിശോധിക്കും. കപ്പൽ ക്യാപ്റ്റന്റെ നേതൃത്വത്തിലായിരിക്കും പരിശോധന. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഉമേഷ്, ഈ കപ്പൽ തീപിടിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊക്കെ അത് ഏത് രീതിയിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിലൂടെ മനസ്സിലാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, ഈ കപ്പലപകടത്തിൻ്റെ കാരണങ്ങളടക്കം മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നടപടി തന്നെയാണ് ഈ വോയേജ് ഡാറ്റ റെക്കോർഡർ പരിശോധിക്കുക എന്നുള്ളത്. അത് ഈ കപ്പലിൽ നിന്ന് വീണ്ടെടുത്തിരുന്നു. അത് സാൽവേജ് കമ്പനി അത് കൈപ്പറ്റുകയും ചെയ്തു. TNT സാൽവേജ് കമ്പനി അവരാണിത് ഇതുമായി ബന്ധപ്പെട്ട ചുമതലയൊക്കെ നിർവഹിക്കുന്നത് അവരാണ്. അപ്പോൾ ആ കമ്പനി അവർക്കത് കൈമാറിയിട്ടുണ്ട്, അത് കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ആ VDRൻ്റെ പരിശോധന, വോയേജ് ഡാറ്റ റെക്കോർഡറിൻ്റെ പരിശോധന നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലാണ് ഈ VDR വിശദമായി തന്നെ പരിശോധിക്കുക. എന്താണ് ഈ കപ്പൽ അപകടത്തിൽപ്പെടാൻ കാരണമായത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഈ പരിശോധനയിലൂടെ അറിയാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ജൂൺ 9 ഈ വാൻഹായ് 503 എന്ന് പറയുന്ന ചരക്ക് കപ്പൽ പുറംകടലിൽ വെച്ച് തീപിടിച്ചത്. അതിനുശേഷം ഏതാനും ചില കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയൊക്കെ ഉണ്ടായി. ഇതിൽ ഇന്ധനം നീക്കുന്ന നടപടികളെക്കുറിച്ച് ഉള്ള ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല DG ഷിപ്പിംഗ് എത്രയും പെട്ടെന്ന് ഇന്ധനം നീക്കുന്ന നടപടികൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന് പുറമെ ഇന്ത്യയുടെ തീരത്ത് നിന്ന് ഏതാണ്ട് 100 നോട്ടിക്കൽ മൈൽ അകലേക്ക് ഈ കപ്പലിനെ മാറ്റണം. അത് 72 മണിക്കൂറിനകം ഇത്തരത്തിൽ 100 നോട്ടിക്കൽ മൈൽ അകലേക്ക് മാറ്റണം എന്ന കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഒപ്പം ഈ കപ്പലിലെ തീ ഇപ്പോഴും പൂർണ്ണമായി അണഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. വലിയ തീപിടുത്തം ആ കപ്പലിൽ ഉണ്ടായതാണ്. അത് അണയ്ക്കുന്ന പ്രവൃത്തികൾ ഈ കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ ഷിപ്പിൻ്റെ സഹായത്തോടെയാണ് അത് അണയ്ക്കുന്ന നടപടികൾ മുന്നോട്ട് പോയത്. ഇപ്പോഴും സക്ഷം എന്ന് പറയുന്ന കപ്പലിൻ്റെ നേതൃത്വത്തിൽ ഈ തീ അണയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് അധികൃതർ നൽകിയിരിക്കുന്ന വിവരം. ഒപ്പം ഈ ടഗ്ഗുമായി ബന്ധിപ്പിച്ച് ഈ കപ്പലിനെ പുറംകടലിൽ നിന്ന് കൂടുതൽ അകലേക്ക് നീക്കുന്ന നടപടിയും പുരോഗമിക്കുന്നുണ്ട്. ഈ തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട എന്ന് പറയുന്ന തുറമുഖത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. എന്തായാലും അതെപ്പോൾ അവിടെ എത്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനമായി DG ഷിപ്പിംഗ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യൻ തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലേക്കെങ്കിലും ഈ കപ്പലിനെ മാറ്റണം എന്നുള്ളതാണ്. അതിന് കാരണം ഈ കപ്പലിൽ നിന്നുള്ള ഇന്ധനം ഏതെങ്കിലും കാരണവശാൽ ചോർന്ന് മലിനീകരണം ഉണ്ടാകുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് കപ്പലിനെ എത്രയും പെട്ടെന്ന് 100 നോട്ടിക്കൽ മൈൽ അകലേക്ക് മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം അതിൻ്റെ VDRും ഇന്ന് തന്നെ അതിൻ്റെ പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിനിഷ. ഉമേഷ്, ഇന്ധനവും നീക്കവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നില്ല. ഏകദേശം 2000ഓളം ടൺ ഇന്ധനം ആ കപ്പലിൽ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനൊരു അന്ത്യശാസനമൊക്കെ കമ്പനിക്ക് നൽകിയിരുന്നു. ഇന്ധന നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായി. ഈ ഇന്ധന നീക്കവുമായി ബന്ധപ്പെട്ട നിലവിൽ നടക്കുന്ന നടപടിക്രമങ്ങളൊക്കെ എന്താണ്? ഇന്ധനം നീക്കാനൊരു പ്രത്യേക കർമ്മപദ്ധതി തന്നെ തയ്യാറാക്കും എന്നുള്ളതാണ് ഈ സാൽവേജ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും. അതിനായി പ്രത്യേകം ഒരു കപ്പലിനെ, ഈ ഇന്ധനം നീക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് സഹായിക്കുന്ന ഒരു വെസലിനെ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് എത്തിയാലുടൻ ഈ പ്രവൃത്തികൾ തുടങ്ങാനാണ് ആലോചിക്കുന്നത്. പക്ഷെ അതിനു മുൻപ് ഈ ഇന്ത്യൻ തീരത്തു നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ അകലേക്ക് മാറ്റിയ ശേഷമായിരിക്കും ആ പ്രവൃത്തികൾ നടത്തുക എന്നുള്ളതാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ധന ചോർച്ച ഒരു ഭീഷണിയാകില്ല, മലിനീകരണം ഉണ്ടാകുന്നത് തടയാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൂടുതൽ ദൂരത്തേക്ക് മാറ്റിയ ശേഷം ഈ കർമ്മ പദ്ധതി പ്രകാരം ഇന്ധന നീക്കം ആരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, KM ഉമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പുറംകടലിൽ തീപിടിച്ച വാൻഹായ് 503 വോയിസ് ഡാറ്റ റെക്കോർഡർ ഇന്ന് പരിശോധിക്കും. ആ ഡാറ്റ റെക്കോർഡർ പരിശോധനയിലൂടെ കപ്പൽ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലായിരിക്കും പരിശോധന. ഈ പരിശോധനയിലൂടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ വിവരം ലഭ്യമാക്കും. ശ്രീലങ്കൻ തുറമുഖത്തേക്ക് ഈ കപ്പൽ കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. KM ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി വന്നത്.